السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ തൃപ്തിയിലാക്കി തീർക്കാൻ ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ അതിന്റെ മറുപടിയിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പായിട്ടൊരു വിഷയം പറയാനുള്ളത്, ഇന്ന് ഇൻഷാ അല്ലാഹ് ബുഷറാക്കും യോമിൽ ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരിയുടെ ക്ലാസ് ആണ് ഉണ്ടാവുക. ഇന്ന് ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ്. നാളെ ബുധനാഴ്ച ജലീൽ ദാരിമിയുടെ ക്ലാസ്. ജലീൽ ദാരിമിന്റെ ക്ലാസ് ഇന്നലെ ആയിരുന്നു വേണ്ടിയിരുന്നത്, തിങ്കളാഴ്ച. അദ്ദേഹത്തിന്റെ ദിവസം തിങ്കളാഴ്ചയാണ്. പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ നേരിട്ടത് കാരണം അദ്ദേഹത്തിന്റെ ക്ലാസ് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ബറാഅത്ത് രാവിനെ സംബന്ധിച്ചും ഒക്കെ നാളെ ജലീദാരിമി സംസാരിക്കും ബുഷറാക്കും യോമിൽ രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക്. അപ്പൊ ആ സമയത്തൊക്കെ എല്ലാവരും സജീവമാവുക. കുറെ ആളുകൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും. ബറാഅത്ത് രാവിലെ ഓരോ പ്രത്യേകത സംബന്ധിച്ചും മറ്റൊക്കെ പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും. അപ്പൊ ആ സംശയമൊക്കെ തീർക്കാൻ വേണ്ടിയാണ് നാളത്തെ രാത്രി ആ ബറാഅത്ത് രാവ് എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് കൂടി അറിയിക്കാൻ. മറ്റന്നാൾ കോഴിക്കോട് ഇല്ലേ, നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ വളരെ വളരെ വിശാലമായ അടിസ്ഥാനത്തിലുള്ള ഒരു മുഖാമുഖമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് സലാം ബാക്കവിയൊക്കെ ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി കോഴിക്കോടേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അത് ഒരു പൊളിച്ചെഴുത്തൊക്കെ അവിടെ നടക്കും. ഇൻഷാ അല്ലാഹ് പല കള്ളവാദങ്ങളൊക്കെ ഒന്ന് പൊളിച്ചടക്കാനുള്ള ഒരു മുഖാമുഖമാണ് ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ വ്യാഴാഴ്ച കോഴിക്കോട് നടക്കുക. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി, ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസലാം ബാക്കവി, അതുപോലെ തന്നെ നമ്മുടെ MT ദാരിമി, അബ്ദുൽ ഗഫൂർ അൻവരി, മുസ്തഫ ഷറഫി കക്കുപ്പടി, സലീം ഫൈസി ഇർഫാനി പോലെയുള്ള വളരെ വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ പങ്കെടുക്കുന്ന, മൂസക്കുട്ടി ഹസ്രത്ത് പോലെയുള്ള വലിയ ആളുകളൊക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു മുഖാമുഖം പരിപാടിയാണ് പിന്നെ മറ്റന്നാളുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അതിന്റെ ലൈവ് ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വലിയ അശുദ്ധി കൊണ്ട് ഈ ആൾ പറഞ്ഞിന്ന് പിന്നെ എസ് അടിക്കണേ. അദ്ദേഹം വലിയ അശുദ്ധിനെ കുറിച്ച്, വലിയ അശുദ്ധി കൊണ്ട് നോമ്പ് എടുത്താൽ ശരിയാകുമോ എന്ന് ചോദിച്ച ആൾ പറഞ്ഞ ഇപ്പൊ PM വന്നിട്ടുള്ളൂ. ആ ആളവിടെണ്ടെങ്കിൽ ആ PMൽ തന്നെ ഒരു എസ് അടിക്കണം. ആളില്ലേ? എപ്പോണ്ട് വന്നിട്ടുള്ള PM. എന്നിട്ട് നമ്മൾ ഇനി PMൽ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മറുപടി തൽക്കാലം ഒഴിവില്ല എന്ന് മാത്രം പറയപ്പത് അല്ലേ. ഇപ്പണ്ട് വന്നിട്ടുള്ളല്ലോ. അപ്പൊ ഒന്ന് പ്രതീക്ഷിക്കണ്ടല്ലേ. അത് പോട്ടെ. ടെക്സ്റ്റ് ചെയ്ത് മറുപടി കൊടുക്കാൻ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാ പോട്ടെ. പിന്നെ വേറെ ചോദ്യം എന്താണ്? അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കാലിന് പ്ലാസ്റ്റർ ഇട്ട ഒരാൾ തയമ്മും ചെയ്തു നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കണോ? കയ്യും മുഖവും മാത്രമല്ലേ തയമ്മും? നിയ്യത്ത് എങ്ങനെ? ഇന്നലെ മറുപടിക്ക് കാത്തിരുന്നു, പക്ഷെ കേട്ടില്ല. ഇന്നലെ മറുപടിയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാൻ എന്തെങ്കിലും അല്ലേ? ഇന്നലെ മറുപടി പറഞ്ഞില്ലേ? അല്ല, ഇന്നലെ അദ്ദേഹത്തിന് ടെക്സ്റ്റിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ. എന്റെ ഓർമ്മ. ഏതായാലും ശരി, കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതിന് തേമം ചെയ്യുമ്പം തേമം ചെയ്യൽ തന്നെയാണ്. കാലുമ്മ ആ പ്ലാസ്റ്ററിന്റെ അവിടെ തടവുകയല്ല. തേമം എന്ന് പറഞ്ഞാൽ തന്നെ തേമം ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി, നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമം ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി പിന്നെ അവൻ എന്ത് ചെയ്യാ, മണ്ണിൽ അടിച്ചുകൊണ്ട് മുഖം തടവുക,
പിന്നെ ഒരിക്കൽ കൂടി മണ്ണിൽ അടിച്ചുകൊണ്ട് 2 കൈയും തടവുക. ഇതിനാണ് തേമം എന്നറിയാം. ഇതാണ് തേമം. ഇതാണ് തേമം. അതല്ലാതെ പിന്നെ കാലിൽ മുറിയുണ്ട് കാലുമ മണ്ണുകൊണ്ട് തടവുക അങ്ങനെയല്ല. തലമ മുറിയുണ്ട് തലേ തടവുക അങ്ങനെയല്ല. തേമം എവിടെയുള്ളൂ? തേമം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഖത്തും കയ്യുമ്മലും മണ്ണിൽ അടിച്ചുകൊണ്ട് തടവുന്നതിനാണ് തേമം ചെയ്യുക എന്ന് പറയാം. അപ്പൊ കാലില് മുറിവുണ്ട്, അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. എന്നാ എന്ത് ചെയ്യണം? അവിടെ വേണ്ടത് എല്ലാം കഴുകണം. മുഖം കഴുകണം, കൈ കഴുകണം, തല തടവണം, ചെവി തടവൽ സുന്നത്താണ്. കാല് കഴുകണം. കാല് കഴുകുമ്പോ ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗത്തൊക്കെ കഴുകണം. പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം നനച്ചുകൊണ്ട് കൈമ വെള്ളം നനച്ചിട്ട് തടവുകയും വേണം. ആ പ്ലാസ്റ്റർ കഴുകല്ല, പ്ലാസ്റ്റർ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ കഴുകുക. പ്ലാസ്റ്ററിന്റെ മേലെന്ത് ചെയ്യുക? വെള്ളം നനച്ചുകൊണ്ട് കൈകൊണ്ട് തടവുകയും ചെയ്യുക. പിന്നെ എന്തും വേണം? പിന്നെ മുഅ്തമദായ അഭിപ്രായം അനുസരിച്ച് അതിന് പുറമെ എന്തും വേണം? അവൻ തേമം ചെയ്യുകയും വേണം എന്നാണ് നിയമം. തേമം ചെയ്യും വേണം. തേമം ചെയ്തെപ്പോഴാണ് തേമം ചെയ്യേണ്ടത്? ആ കാല് കഴുകുന്ന അവസരത്തിൽ. ആ കാല് കഴുകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കാല് കഴുകിയതിനു ശേഷമോ? അതായത് തടവിലൊക്കെ കഴിഞ്ഞതിന് ശേഷം, ചെവി തടവുണ്ടെങ്കിൽ അതും കഴിഞ്ഞതിന് ശേഷം. തടവുണ്ടെന്ന് പറയാൻ സുന്നത്താണ്, അതുകൊണ്ടാണ്. പിന്നെ കാല് കഴുകല്ലോ, ആ കാല് കഴുകുന്നതിന് മുമ്പായോ ശേഷമായോ തേമം ചെയ്യുക. ആ തലതാഴലൊക്കെ കഴിഞ്ഞതിന് ശേഷം, കാല് കഴുകുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ കാല് കഴുകിയതിന് ശേഷമായിട്ടോ തേമം ചെയ്യുക. തേമം ചെയ്യേണ്ടത് എവിടെയാണ്? കാലുമല്ലല്ല, മുഖത്ത് തന്നെ. മണ്ണിലടിച്ചുകൊണ്ട് മുഖം തടവുക, പിന്നെ ഒരിക്കൽ കൂടി മണ്ണിലടിച്ചുകൊണ്ട് 2 കൈയും തടവുക. അതാണ് തേമം ചെയ്യാന്ന് പറഞ്ഞാല്. അതിനുശേഷമാണെങ്കിൽ പിന്നെ കാല് കഴുകുക, അല്ലെങ്കിൽ കാല് കഴുകി കഴിഞ്ഞ ശേഷം തേമം ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്ലാസ്റ്റർ ഉള്ള സ്ഥലത്ത് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ കഴുകുകയും പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം നനച്ചുകൊണ്ട് തടവുകയും ചെയ്യുക. അപ്പൊ ഈ 3 കാര്യം നിർബന്ധമാണ്. അതാണ് പ്രബലമായ അഭിപ്രായം. ഏതൊക്കെ? പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ കഴുകണം, പ്ലാസ്റ്ററിന് മേലെ വെള്ളം കൊണ്ട് തടവണം, അതിന് പുറമെ തേമം ചെയ്യുകയും വേണം. ഈ 3 കാര്യവും നിർബന്ധമാണ്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ അഭിപ്രായമുണ്ട്. എന്ത്? സഹീഹ മുറിവില്ലാത്ത സ്ഥലം, പ്ലാസ്റ്റർ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ കഴുകി പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം കൊണ്ട് തടവിയാൽ പിന്നെ തേമം ചെയ്യൽ നിർബന്ധമില്ല എന്ന ഒരു ദഈഫായ അഭിപ്രായം നമ്മുടെ മദ്ഹബിൽ ഉണ്ട്. പക്ഷെ ദഈഫാണ്, മുഅ്തമദല്ല. പിന്നെയുള്ള ചോദ്യം എന്താണ്? മടക്കി നിസ്കരിക്കണമെന്ന്? മടക്കണം. ഈ കാലുമൽ തേമുവിന്റെ മഹല്ല് അവയവം അല്ലല്ലോ കാലുമൽ ആയതുകൊണ്ട് അത് പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് അവന് വുളു ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ ഈ മടക്കി നിസ്കരിക്കണ്ട. തേമുമിന്റെ അവയവമായ മുഖവും കൈയും അല്ലാത്ത സ്ഥലങ്ങളിൽ പ്ലാസ്റ്റർ ഇട്ടു. എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ അത് ധരിക്കുന്ന സമയത്ത്, പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് അവന് വുളു ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ ഓരോ വക്തിന്റെ സമയത്ത് നിസ്കരിച്ച് പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നാണ്. നിസ്കരിക്കണ്ട. നേരെ മറിച്ച് അത് ധരിക്കുന്ന സമയത്ത് വുളു ഇല്ലെങ്കിലോ, വുളു ഇല്ലാത്ത സമയത്ത് രീതിയിലാണ് ധരിച്ചത്, എന്നാലും മടക്കി നിസ്കരിക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ മടക്കി നിസ്കരിക്കണ്ട എന്ന അഭിപ്രായം നമ്മുടെ മദ്ഹബിലുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ അത് അദ്ദേഹത്തിന്റെ ചില കിതാബുകളിലൊക്കെ അത് മുഖ്താറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പല അഭിപ്രായങ്ങൾ. വസ്സാലിസ്, മൂന്നാമത്തെ ഒരു അഭിപ്രായമുണ്ട്. യജിബു, തേമം ചെയ്ത് ഒക്കെ നിസ്കരിക്കാൻ നിർബന്ധമാണ്. വലാ യുഈദു, ആ നിസ്കാരം പിന്നെ എന്ത് വേണ്ട? മടക്കി നിസ്കരിക്കേണ്ട. ഹക്കാഹു ഫി അസ്ലി റൗദത്തി, അതിനെ മുസന്നിഫ് അസ്ലുൽ റൗദയിൽ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. വഖ്താറഹു, നബി ഇമാം അത് മുഖ്താറാക്കുകയും ചെയ്തിരിക്കുന്നു. ഫി ശറഹുൽ മുഹദബിൽ, ഇത് മടക്കി നിസ്കരിക്കണ്ട എന്ന അഭിപ്രായത്തെ മുഖ്താറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫി ഉമൂമി ഖൗലിഹി, നബി ഇമാമിന്റെ പൊതു നിയമമുണ്ട്. നബി ഇമാമിന്റെ അടുക്കൽ പൊതു തത്വം എന്താണത്? കുല്ലു സ്വലാത്തിൻ വജബ ഫിഅലുഹാ ഫിൽ വഖ്തി മഅ ഖലലിൻ ലം യജിബ് ഖളാഉഹാ, ഒരു പൊതു നിയമം. ഏതൊരു നിസ്കാരവും അതിന്റെ വഖത്തിൽ പോരായ്മയോടുകൂടി നിസ്കരിക്കാൻ നിർബന്ധമാണ്. അങ്ങനെയുള്ള നിസ്കാരം ഒരാൾ നിസ്കരിച്ചു, എന്നാൽ പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന ഒരു പൊതു തത്വമുണ്ട് നബി ഇമാമിന്റെ അടുക്കൽ. എന്താ പറഞ്ഞത്? ഏതൊരു നിസ്കാരവും അതിന് പോരായ്മയുണ്ട്, പോരായ്മയോടുകൂടി വഖത്തിൽ നിസ്കരിച്ചു, ആ വഖത്ത് കളാണതിന് ഇവിടെ നിസ്കരിച്ചതിനാണെങ്കിൽ പോരായ്മ ഒക്കെ ഉണ്ട് അല്ലെ? ഇവിടെ പോരായ്മ ഉണ്ട്. എന്താ പോരായ്മ? അവന്റെ വളുവിന്റെ അവയവം ശരിക്ക് കഴുകാൻ പറ്റിയിട്ടില്ല, വെള്ളം നനക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ പോരായ്മ ഉണ്ട്. അങ്ങനെ പോരായ്മയോടുകൂടി നിസ്കരിക്കാൻ നിർബന്ധമാണ്. എന്നാലാണെങ്കിലും ആ വഖത്തിൽ നിസ്കരിക്കാൻ നിർബന്ധമാണ്. അങ്ങനെ ഏതൊരു നിസ്കാരവും
പോരായ്മയോടുകൂടി വഖത്തിൽ ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനത്തെ ഒരു നിസ്കാരം അയാൾ വഖത്തിൽ ആ പോരായ്മയോടുകൂടി ചെയ്തു. ഏതായാലും ഇപ്പൊ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന പൊതു നിയമത്തിൽ ഇതും ഉൾപ്പെട്ടു. അതുകൊണ്ട് മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ പറയുകയും അത് മുഖ്താറാക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ അല്ലേ? കാലബിഹിൽ മുസ്ലിം ഇമാം മുസ്ലിം തങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഹുൽ മുഖ്താറു ലിഅന്നഹു അദ്ദാ വളീഫത്തുൽ വഖ്തി, കാരണം ആ വഖത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ആ വഖത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി മടക്കി നിസ്കരിക്കാന്ന് പറയുമ്പോൾ കുറച്ച് അധികമല്ലേന്ന്. അപ്പൊ അങ്ങനെ അഭിപ്രായമുണ്ട്. പിന്നെ വേറെന്താണ് ചോദ്യം? ഉസ്താദെ, ഇപ്പൊ ഇദ്ദേഹം കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഏതായാലും പി എമ്മിനോട് ഞാൻ മറുപടി പറയാൻ അതിന് സാധിക്കൂല കേട്ടോ. ഇപ്പൊ പറഞ്ഞല്ലോ ഉസ്താദെ, ഹാരിഷസ് ശരി അല്ലെ, അസുഖം ഉള്ള ഒരു സ്ത്രീയുടെ ചോദ്യമാണ്, കൈകൊണ്ട് അവർ മരുന്ന് മലദ്വാരത്തിന് അകത്ത് വെച്ചാൽ വലിയ കുളി നിർബന്ധം ഉണ്ടോ? പഠിച്ചോനെ, അതൊന്നുമില്ല. മലദ്വാരത്തിൽ കൈ പ്രവേശിപ്പിച്ചാലൊന്നും വലിയ ശുദ്ധി ഉണ്ടാവുന്നില്ല. മുന്തുവാരത്തിലോ പിന്തുവാരത്തിലോ ലിംഗം പ്രവേശിച്ചു എന്നാൽ വലിയ ശുദ്ധിയാവും, കുളി നിർബന്ധമാകും. അതല്ലാതെ ലിംഗം അല്ലാത്ത വേറെ വല്ല കൈയിന്റെ വിരലോ അതല്ലെങ്കിൽ വല്ല ഉപകരണങ്ങളൊക്കെ പ്രവേശിപ്പിച്ചാലൊന്നും എന്തില്ല, വലിയ ശുദ്ധി ഉണ്ടാവൂല. അതുകൊണ്ടൊന്നും വലിയ ശുദ്ധി ആവൂല, കുളി നിർബന്ധമാവൂല. ആ ചോദ്യം ഇതാണ്, ഈ സ്ത്രീ എന്ത് ചെയ്യാണ്? അവർക്ക് ഈ അസുഖമുള്ളത് കാരണം മരുന്ന് കൈകൊണ്ട് മരുന്ന് അവരുടെ മലദ്വാരത്തിൽ വെക്കുകയാണ്. അതുകൊണ്ട് വലിയ ശുദ്ധി ഉണ്ടാകുമോ? ഇല്ല, വലിയ ശുദ്ധി ഉണ്ടാവില്ല. അത് അതിന്റെ പേരിൽ കുളിക്കൊന്നും വേണ്ട. ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. മറുപടി ഇന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പൊ പറഞ്ഞില്ല മറുപടി. പിന്നെ മറ്റേ നമ്മുടെ കരീം എ.കെ. അദ്ദേഹത്തിന്റെ PM എപ്പോഴും വരാറുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ അസുഖം പറഞ്ഞുകൊണ്ട് എപ്പോഴും പിന്നെ PM വരാറുള്ള. നമ്മൾ പല പ്രാവശ്യം ദുആ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് ക്യാൻസർ ആണ്, ഇപ്പൊ കുറച്ച് അധികമാണ്, അസുഖം കുറച്ച് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകലാണ് ഖൈർ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകുകയും സിഹത്തോടുകൂടി ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അതല്ല മരിക്കലാണ് ഖൈർ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ടിലാക്കാതെ അല്ലാഹുവിനെ മരിപ്പിക്കുകയും ചെയ്യട്ടെ. മരിക്കലാണ് ഖൈറെങ്കിൽ അദ്ദേഹത്തെ അല്ലാഹു ഈമാനോടുകൂടി മരിപ്പിക്കുകയും പരലോക ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കുകയും ചെയ്യട്ടെ. അതല്ല ജീവിക്കലാണ് ഖൈർ എങ്കിൽ സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിന്റെ പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുകയും അല്ലാഹുവിന്റെ ത്വാഅത്തിലായി അല്ലാഹു ജീവിപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ ഉസ്താദെ, സുജൂദ് ചെയ്യുമ്പോൾ എല്ലാ വിരലുകളുടെയും പള്ള നിലത്ത് തട്ടണോ? അതൊന്നും വേണ്ട. അർശസ് പറഞ്ഞാല് പൈസ അല്ലാതെ തോന്നില്ലേ? ഏകദേശം പൈസ മൂക്കണ തോന്നില്ലേ? എന്താണാവോ? പൈൽസ് കുറച്ച് മൂത്താല് ഒരു ആയിത്തീരുന്ന തോന്നുന്നുണ്ട്. ഏതായാലും അപ്പോ സുജൂദ് ചെയ്യുമ്പോൾ വിരലുകളുടെ എല്ലാ പള്ളയും നിലത്ത്, എല്ലാ വിരലുകളുടെയും പള്ള നിലത്ത് തട്ടണോ? വേണ്ടാന്നാണ്. അല്പം തട്ടിയാലും മതി. ഏതെങ്കിലും ഒരു വിരലിന്റെ പള്ള നിലത്ത് തട്ടിയാലും മതി. ഇപ്പൊ കാലൊക്കെ സുന്നത്താണ്. ഏത് 10 വിരലും കാലിന്റെ സുജൂദ് ചെയ്യുമ്പോ കാലിന്റെ 10 വിരലും നിലത്ത് പതിച്ചു വെച്ചുകൊണ്ട്, ആ പള്ള ശരിക്കും നിലത്ത് പതിച്ചു വെച്ചുകൊണ്ട് വിരലുകളുടെ ഈ തല ഉണ്ടല്ലോ അതൊക്കെ ഖിബലിന്റെ ഭാഗത്തേക്കാക്കിയിട്ട് ശരിക്കും മടക്കി വെക്കുകയാണെങ്കിൽ വിരലുകളുടെ ഒക്കെ തല ഖിബലിന്റെ ഭാഗത്തേക്കാവും. ആ രീതിയിൽ വെക്കൽ സുന്നത്താണ്. പക്ഷേ നിർബന്ധമില്ല. നിർബന്ധം എന്താണുള്ളത്? ഏതെങ്കിലും ഒരു വിരലിന്റെങ്കിലും പള്ള നിലത്ത് തട്ടണം. 2 കാലിന്റെയും ഏതെങ്കിലും ഒരു വിരലിന്റെയും. അതാണ് ജുസ് ആണ്. യജിബു നിർബന്ധമാകും. ഖിലാഫൽ റാഫി, റാഫി ഇമാമിനെതിരായിട്ടാണ് പറഞ്ഞത്. റാഫി ഇമാം നിർബന്ധമില്ല എന്നാ പറഞ്ഞത്. എന്താണ്? വളഉ ജുസ്ഇൻ മിനർ റുക്ബതൈനി വമിൻ ബാത്തിനിൽ കഫൈനി വമിൻ ബാത്തിനി അസാബിഇൽ ഖദമൈനി. അതാ അലാ മുസല്ലാഹു. നിസ്കരിക്കുന്ന ആള് അയാളുടെ 2 പിന്നെ മുട്ടുണ്ടല്ലോ, കാലിന്റെ 2 മുട്ട്, ആ 2 കാലിന്റെ മുട്ട് നിലത്ത് വെക്കണം. അതുപോലെ തന്നെ ഈ 2 കൈ ഉണ്ടല്ലോ, കൈയിന്റെ പിന്നെ
കൈപ്പടം അത് നിലത്ത് വെക്കണം. വമിൻ ബാത്തിനി ജുസ് ആണ് കേട്ടാ, ജുസ് ഇമിന റുക്കുബത്തൈനി. അപ്പൊ കാലിന്റെ മുട്ട് ഒക്കെപ്പാടെ നിലത്ത് വെക്കണമെന്നൊന്നുമില്ല അല്ലെ. കാലിന്റെ മുട്ട് നിലത്ത് വെക്കുന്ന പറയുമ്പോ മുട്ടിന്റെ ഏതെങ്കിലും ഭാഗം മാത്രമേ നിലത്ത് തട്ടിട്ടുള്ളെങ്കിൽ നല്ല അമർത്തിക്കൊണ്ട് കാലിന്റെ മുട്ടൊക്കെ പാടെ നിലത്ത് വെക്കണം. അതൊന്നും വേണ്ട, ജുസ് കെട്ടിയാൽ മതി. രണ്ട് കാലിന്റെ മുട്ടിന്റെ അല്പം നിലത്ത് തട്ടണം. അതുപോലെ തന്നെ രണ്ട് മുങ്കൈന്റെ പള്ളയോ അതല്ലെങ്കിൽ വിരലുകളുടെ പള്ളയോ ഏതെങ്കിലും അല്പം തട്ടിയാൽ മതി. രണ്ട് കൈയിന്റെ കൈപ്പടം ഉണ്ടല്ലോ മുങ്കൈ, ആ മുങ്കൈ മുഴുവൻ അതിന്റെ പള്ള നേരത്തെ തട്ടണം നിർബന്ധമുണ്ട്, അതൊന്നുമില്ല. ആ രണ്ട് മുങ്കൈന്റെയും പള്ളയിൽ നിന്ന് അല്പം, അത് അവന്റെ ഉള്ളം കൈയിന്റെ പള്ളയാലും വേണ്ടില്ല, ആ ഭാഗമായാലും വേണ്ടില്ല. ഇനി വിരലിന്റെ ഏതായാലും കുറച്ച് തട്ടിയാൽ മതി, നേരത്തെ തട്ടിയാൽ മതി. കുറച്ച് തട്ടിയാൽ തന്നെ സുജൂദ് സഹിയാകും. പിന്നെ വമിൻ ബാത്തിനി അസാബിഇൽ ഖദമൈനി, രണ്ട് പാദങ്ങളുടെ വിരലുകളിൽ നിന്ന് അല്പം ജുസ്, അതും അതിന്റെ പള്ളയിൽ നിന്ന് അല്പവും നിലത്ത് തട്ടണം. ആ 10 വിരലിന്റെയും പള്ള നിലത്ത് തട്ടണം എന്നില്ല. പിന്നെയോ ആ 10 വിരല് രണ്ട് കാലിന്റെയും വിരലുകളിൽ നിന്ന് അല്പം നിലത്ത് തട്ടിയാലും മതി. ഒരു വിരലിന്റെ പള്ള നിലത്ത് തട്ടിയാലും സുജൂദ് സഹിയാകും. അലാ മുസല്ലാഹു ലിഖബരി സഹീഹൈനി ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്മുമിൻ അലൽ ജബ്ഹതി വഅശാറ ബിയദിഹി ഇലാ അൻഫിഹി. നെറ്റിത്തട നിലത്ത് വെക്കുക, മൂക്ക് നിലത്ത് വെക്കുക, അത് സുന്നത്താണ്. രണ്ട് കൈ നിലത്ത് വെക്കുക, രണ്ട് മുട്ട് നിലത്ത് വെക്കുക. വഅത്റാഫിൽ ഖദമൈനി, വിരലിന്റെ പള്ളകളൊക്കെ നിലത്ത് വെക്കുക. ഈ രീതിയിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി എന്നോട് കൽപ്പിക്കപ്പെട്ടു എന്ന ഹദീസിന് വേണ്ടി. ഉസ്താദെ, വേറെ ചോദ്യമാണ്. ഉസ്താദെ, ഈജാബും കബൂലും ഇല്ലാതെ കച്ചവടം സഹീഹ് ആകൂലല്ലോ. ഇന്ന് നാം സാധനങ്ങൾ വാങ്ങുമ്പോൾ അതൊന്നും ഇല്ലല്ലോ. കച്ചവടം സഹിയാണ്, ഈജാബും കബൂലുമാണല്ലോ അല്ലെ. കച്ചവടം ചെയ്യുന്ന ആള് ബായി പറഞ്ഞു, ഈ സാധനം ഇത്ര വിലക്ക് പകരം നിനക്ക് ഞാൻ വിറ്റു. അപ്പോ മറ്റാൾ പറഞ്ഞു, ഇത്ര റുപ്യക്ക് പകരം നീ എനിക്ക് വിറ്റത് ഞാൻ സ്വീകരിച്ചു. ഇങ്ങനെ കച്ചവടം ചെയ്ത ആളെടുക്കുന്നുള്ള ഈജാബും വാങ്ങുന്ന ആളുടെ ഭാഗത്തുനിന്നുള്ള കബൂലും ഉണ്ടെങ്കിലാണ് കച്ചവടം സഹിയാകുള്ളൂ അല്ലെ. അപ്പോ ഇപ്പൊ സാധാരണ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വാങ്ങുമ്പോ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പൊ ആ കച്ചവടം സഹിയാകുമോ എന്നാണ് ചോദ്യേ. സാധാരണ കടയിൽ പോയിട്ട് ഒരു കിലോ പഞ്ചസാര, 1 കിലോ പഞ്ചസാരക്ക് എന്താ വില? 10 റുപ്യ. എത്രയാണോ? ഏതാണ്ട് 10 റുപ്യക്ക് പകരം 1 കിലോ പഞ്ചസാര നിനക്ക് ഞാൻ വിറ്റു എന്ന് കച്ചവടക്കാരൻ പറയാം. നിങ്ങൾ 10 റുപ്യക്ക് പകരം എനിക്ക് 1 കിലോ പഞ്ചസാര വിറ്റത് ഞാൻ സ്വീകരിച്ചു എന്ന് ഈ വാങ്ങുന്ന ആൾ പറയാറുണ്ട്. അപ്പോ ഇല്ലല്ലോ, 35 റുപ്യ ആയിക്കോട്ടെ, വില എത്രയായാലും വേണ്ട, അതല്ല വിഷയം. ഇപ്പൊ ഈജാബും കബൂലൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ കച്ചവടം സഹിയാകുമോ? അതൊന്നും തരാറില്ല എന്നാ. കച്ചവടം ഈജാബും കബൂലൊന്നും ഇല്ലാതെ സാധാരണ കൊടുക്കുക, പൈസ വാങ്ങിയിട്ട് അതുകൊണ്ട് മാത്രം കച്ചവടം സഹിയാവൂല. ലാക്കിൻ ഉഖ്തീറൽ ഇൻഇഖാദു ബികുല്ലി മാ യതആറഫുൽ ബൈഉ ബിഹാ ഫീഹി കൽ ഖുബ്സി വൽ ലഹ്മി ദൂന നഹ്ബി ദവാബി വൽ അറാദി. സാധാരണ ഇറച്ചി വാങ്ങുക, പഞ്ചസാര വാങ്ങുക, പത്തിരി വാങ്ങുക പോലത്തെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വാങ്ങുന്ന സാധനങ്ങളുണ്ടല്ലോ കടയിലൊക്കെ, അതിനൊക്കെ സാധാരണ ഓരോ നാട്ടിലും ആ കച്ചവടം നടപ്പിലാവാൻ വേണ്ടിയുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നടപ്പിലാവുന്നതാണ്. സാധാരണ നമ്മള് ഒരു കടയിലൊക്കെ പോയിട്ട് സാധനം വാങ്ങി എന്ത് ചെയ്യാ, ഒരു കിലോ പഞ്ചസാര എന്ന് പറയും. അപ്പൊ 1 കിലോ പഞ്ചസാര കൊടുക്കും, അതിന്റെ വരാണ്ട് കൊടുക്കും, അയാൾ വാങ്ങിയിട്ട് മേശയിലിടും, ബാക്കി പൈസ തരും. അതാണല്ലോ, ഇതാണ് സാധാരണ ഈ സാധനങ്ങൾക്കൊക്കെ ഉള്ള കച്ചവടത്തിന്റെ സ്വഭാവം. അങ്ങനെയാണ്. അത്തരം സാധനങ്ങൾക്ക് അത് മതി എന്നാണ്, അത് മതി. നേരെ മറിച്ച് ദൂന നഹ്വി ദവാബി വൽ അറാദി, ഭൂമി കച്ചവടം, മൃഗം കച്ചവടം ചെയ്യുക, ഇതൊക്കെ നിൽക്കുക. പോത്തിനി മൂരിനെ കച്ചവടം ചെയ്യുക, അതിനത് പോരാ. ചന്തയിൽ പോവുക, പെരുമ്പലായി ചന്തയിൽ പോവുക, ഒരു 5000 റുപ്യ അയാൾക്കാണ് കൊടുക്കാണ്ട് മൂരിനെ കഴിച്ചു കൊണ്ടുവരിക, അങ്ങനെ പോരാ. അതൊക്കെ അവിടൊക്കെ ശരിക്കും ഈജാബും കബൂലും വേണം. എന്തതിന് വില? ഈ മൂരിക്ക് എന്ത് തരണം? അതിന് ഇത്ര, അങ്ങനെയൊക്കെ കൊണ്ട് വില ആക്കി, എന്നാല് ഇത്ര ഞാനൊക്കെ വിറ്റ്, ഞാനത് സ്വീകരിച്ചു എന്ന് പറയണം. അതുപോലെ തന്നെ ഭൂമി കച്ചവടം, അതിനൊക്കെ അങ്ങനെ വേണം, ഈജാബും കബൂലൊക്കെ വേണം. ആ ഭൂമി കച്ചവടം, മൃഗങ്ങളെ കച്ചവടം ചെയ്യുക പോലെയുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ
അവിടെ ഈജാബും കബൂലൊക്കെ വേണം എന്നല്ലാതെ സാധാരണ പത്തിരി വാങ്ങുക, അതുപോലെ തന്നെ ഇറച്ചി വാങ്ങുക, മീൻ വാങ്ങുക, പഞ്ചസാര പോലത്തെ കാര്യങ്ങൾക്കൊന്നും അത് അങ്ങനെ ഈജാബും കബൂലൊന്നും വേണ്ട. സാധാരണ അതിന്റെ കച്ചവടമായിട്ട് നാട്ടിൽ അറിയപ്പെടുന്ന ആ സ്വഭാവം ഉണ്ടായാലും മതി എന്ന് നമ്മുടെ കിതാബുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരാൾ കുറച്ചു ക്യാഷ് തരാൻ ഉണ്ട്, അതിന്റെ പകുതി ഞാൻ കൊടുക്കാനും ഉണ്ട്. എങ്കിൽ ഞാൻ കൊടുക്കാനുള്ളത് കഴിച്ച് ബാക്കിയുള്ളതിന് സക്കാത്ത് കൊടുത്താൽ മതിയോ? അത് പോരാ. കിട്ടാനുള്ളതിന്റെ മുഴുവൻ സക്കാത്ത് കൊടുക്കണം. കൊടുക്കാനുള്ളത് കഴിച്ചിട്ട് ബാക്കി കൊടുത്താൽ പോരാ. കാരണം കിട്ടാനുള്ള സംഖ്യ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ്, അത് നിങ്ങളുടെ സ്വത്താണ്. അതിന്റെ മുഴുവൻ സക്കാത്ത് നിങ്ങൾ കൊടുക്കണം. കടം സക്കാത്ത് തടയൂലാന്നാ. ഇനി ഒരാൾക്ക് 1 ലക്ഷം രൂപ കിട്ടാനുണ്ട്, 1 ലക്ഷം രൂപ ആൾ വേറെ ആൾക്ക് കൊടുക്കാനുണ്ട്, എന്നാലോ അത് തീരെ സക്കാത്ത് കൊടുക്കേണ്ടതാ? അല്ല. അപ്പൊ എത്ര കടമുണ്ടെങ്കിലും സക്കാത്തിനെ അത് തടയുകയില്ല. അപ്പൊ അയാൾക്ക് കിട്ടാനുള്ള സംഖ്യന്റെ മുഴുവൻ സക്കാത്ത് അയാൾ തന്നെ കൊടുക്കണം. ഉസ്താദെ, എനിക്ക് ഒരു സംശയം ഉണ്ട്. ചില സമയത്ത് മൂത്രം ഒഴിക്കുമ്പോൾ ശുക്ലം പോലത്തെ കട്ടിയുള്ള എന്തോ വരുന്നത് പോലെ, അപ്പോൾ കുളി നിർബന്ധമാകുമോ? ചില സമയത്ത് സെക്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആണോ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഉസ്താദ് വിശദീകരിക്കുമോ? PM ചെയ്താൽ മതി. PM ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഉണ്ട്, ചെറിയ നിരക്ക് PM ചെയ്തിട്ടുണ്ട്. ഈ ഇന്ദ്രിയമാണ് പുറപ്പെട്ട് മൂത്രം ഒഴിക്കൽ കഴിഞ്ഞ ശേഷം ഒരു ഇന്ദ്രിയം പോലത്ത ഒരു കട്ടിയുള്ള സാധനം പുറപ്പെട്ടു നിൽക്കുക. അത് ഇന്ദ്രിയമാണ് എങ്കിൽ കുളി നിർബന്ധമാണ്. ഇന്ദ്രിയല്ലേ കുളി നിർബന്ധമാവില്ല. ഇന്ദ്രിയാണെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും. അത് പുറപ്പെടുമ്പോൾ സുഖം ഉണ്ടാവും. ഇന്ദ്രിയാവുമ്പോൾ പുറപ്പെടുമ്പോൾ സുഖം അനുഭവിക്കും ഇന്ദ്രിയാകുമ്പോ. അപ്പൊ പുറപ്പെടുമ്പോൾ സുഖം ഉണ്ടായിട്ടുണ്ടോ നോക്കുക. അതല്ലെങ്കിൽ പിന്നെ ഇനി ഇന്ദ്രിയത്തിന്റെ മണം ഉണ്ടാവുമല്ലോ, പിന്നെ ഗോതമ്പ് മാവ് കുഴച്ച മാവാക്കിയതിന്റെ വാസന ഉണ്ടല്ലോ, ഗോതമ്പത്തിന്റെ പൊടി മാവാക്കിയാൽ ഉണ്ടാണ് ഒരു വാസന ഉണ്ടാവില്ല, ആ വാസന ഉണ്ടാവും ഇന്ദ്രിയത്തിന്. അതല്ലെങ്കിൽ കോഴിമുട്ടയുടെ വെള്ളയുടെ വാസന ഉണ്ടാകും. അപ്പൊ കോഴിമുട്ട വെള്ളയുടെ വാസനമോ ഗോതമ്പ് മാവിന്റെ വാസനയോ അതല്ലെങ്കിൽ പിന്നെ ഒക്കെ ഉണ്ടാവുക. അതല്ലെങ്കിൽ പിന്നെ പുറപ്പെടുമ്പോൾ സുഖം ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇന്ദ്രിയമാണ് എന്ന് തിരിച്ചറിയാനുള്ള മാർഗം. അങ്ങനെ ഇതിൽ ഇന്ദ്രിയം ഈ രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. ആരും കുളി നിർബന്ധമാകും. ഈ രീതിയിലൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുളി നിർബന്ധമാകും. അതല്ലെങ്കിൽ ഒരു കട്ടിയുള്ള വെള്ളം മാത്രമാണ്, പുറപ്പെടുമ്പോൾ സുഖം ഉണ്ടായിട്ടില്ല, വാസന ചോക്കുമ്പോൾ ഈ വക വാസന ഒന്നും ഇല്ലെന്ന് പോകും. എന്നാൽ അത് ഇന്ദ്രിയല്ല, അത് മതിയോ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ കുളിക്കൽ നിർബന്ധമില്ല. മതിയൊക്കെയാണെങ്കിൽ അത് നജസാണ്, കഴുകൽ നിർബന്ധമാണ് അല്ലെ. വസ്ത്രത്തിലായാൽ അത് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ സഹിയാവൂല. അതെ, പിന്നെ അത് പുറപ്പെട്ട ഒതു മുറിയും. അതല്ലാതെ കുളിക്കൽ നിർബന്ധമാവുകയില്ല. ഉസ്താദെ, എന്റെ ചെരുപ്പിന് മുകളിൽ ലാബല്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പോ അത് ധരിക്കാറില്ല. ഞാൻ നാട്ടിൽ പോവുകയാണ്. ആ ചെരുപ്പ് ഞാൻ എന്ത് ചെയ്യണം? എന്താണ് ഇത് ലാബല്ല പറഞ്ഞാല്? ലാബല്ലാറിന്റെ ഒരു ദിക്റേറ്റ് അള്ളാഹുവിന്റെ നാമങ്ങളോ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുകളുടെ നാമങ്ങളോ അല്ലെങ്കിൽ ഖുർആൻ പിന്നെ ആയത്തുകളോ അല്ലെങ്കിൽ ഒരു തസ്ബീഹാവുന്നില്ല. ലാബല്ലാർ എന്താണ്? എന്ത് ലാബല്ലാർ? ഒന്നുമല്ല. അത് ധരിക്കണോട് വിരോധമൊന്നുമില്ല. അത് ധരിക്കണോട് വിരോധമൊന്നുമില്ല. മൂപ്പര് ലാബല്ലാവല്ല ദിക്റാന്നൊക്കെ കരുതിക്കണാവല്ലേ. ഉസ്താദെ, എന്റെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ അതിന്റെ കൂടെ വേറൊരു സുന്നത്തിന്റെയും നിയത്ത് ചെയ്താൽ അതിന്റെ കൂലി കിട്ടുമോ? സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ മഖ്സൂദായ സുന്നത്ത് നിസ്കാരം ആണ്. എന്നാൽ ഒരു സുന്നത്ത് നിസ്കാരത്തിനോട് കൂടി അതിന് നിയത്ത് വെക്കാൻ പറ്റില്ല, നിസ്കാരം സഹിയാവുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ളുഹാ നിസ്കാരവും പിന്നെ സുബഹിന്റെ 9 സുന്നത്തും കൂടി ഒന്നിച്ച് നിയത്ത് വെക്കുക. ഒരാൾ സുബഹിന്റെ 9 സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഖളാ വിട്ടാണ്. അതും ളുഹയും കൂടി ഒന്നിച്ച് നിയത്ത് ഞാൻ 2 റക്അത്ത് ളുഹയും പിന്നെ സുബഹിന്റെ 9 സുന്നത്ത് നിസ്കാരവും കൂടി നിസ്കരിക്കുന്നു നിയത്ത് വെക്കുക. എന്നാൽ സഹിയാവുക. എന്നാൽ ആ നിസ്കാരം സഹിയാവുകയില്ല. അങ്ങനെ നിയത്ത് വെക്കാൻ പറ്റൂല. നേരെ മറിച്ച് പിന്നെ മഖ്സൂദ് അല്ലാത്ത നിസ്കാരം അതേ നിയത്തോടു കൂടി തന്നെ ആവണമെന്നില്ല.
ഒരു നിസ്കാരം സംഭവിച്ചാൽ മതി. അങ്ങനത്തെ ചില നിസ്കാരങ്ങളുണ്ട് അല്ലേ? പള്ളിയിൽ പ്രവേശിച്ചാൽ തഹിയ്യത്ത് നിസ്കരിക്കുക. അത് തഹിയ്യത്തിന് നിയ്യത്തോടെ കൂടി തന്നെ ആയിക്കോളുന്നില്ല. പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പായിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഏത് നിസ്കാരം നിസ്കരിച്ചാലും തഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടും. അങ്ങനെ ആകുമ്പോൾ പിന്നെ അതിന് നിയ്യത്ത് രണ്ടിനും കൂടി നിയ്യത്ത് വെക്കാം. എങ്ങനെ? ഞാൻ ഉദാഹരണം പള്ളി കയറിയാണ് ളുഹ നിസ്കരിക്കാണ്, ഞാൻ ളുഹ നിസ്കരിക്കുന്നു, പിന്നെ തഹിയ്യത്ത് അതോടുകൂടി തഹിയ്യത്തും കൂടി ഒന്ന് കരുതി നിൽക്കുക, എന്നാൽ അത് സഹിയാക്കും. അല്ലെങ്കിൽ വുദൂവിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം വുദൂത്താല് 2 റക്അത്ത് നിസ്കരിക്കാൻ സുന്നത്താ, അത് ആ നിയ്യത്തോടു കൂടി തന്നെ ആയിക്കോളണമെന്നില്ല. ഏതെങ്കിലും 2 റക്അത്ത് നിസ്കാരം ഉണ്ടായാലും മതി. അപ്പൊ തഹിയ്യത്ത് അതുപോലെ തഹിയ്യത്തും റവാത്തിബും കൂടി ഒന്നിച്ച് കരുതാം. അതുപോലെ തന്നെ വുദൂവിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും റവാത്തിബും ഒന്നിച്ച് കരുതാം. അതേ സമയത്ത് റവാത്തിബും ളുഹയും കൂടിയും അല്ലെങ്കിൽ അങ്ങനെ കരുതാൻ പറ്റൂല. മൈക്ക് തരൂല. ഇപ്പൊ പി എം ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പി എമ്മിന് മറുപടി എന്നാണ് ഇപ്പൊ ഈ പരിപാടിന്റെ പേരെന്നെ. പി എമ്മിലൂടെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ സമയമാണ്. അപ്പൊ ഓരോന്നിനും ഓരോ ഇതില്ലല്ലേ? ഇപ്പൊ ഇതിന്റെ സമയമാണ്. ഇനി മൈക്കെടുത്ത് ചോദിച്ചാല് മറുപടി പറഞ്ഞ വേറെ സമയമുണ്ടോ? അപ്പൊ അങ്ങനെ മൈക്കെടുത്ത് ചോദിക്കുക. അങ്ങനെയാണ് ഇതിപ്പോ ഈ സമയമാണ്. അപ്പോ അല്ലാട്ട അത് വേണ്ട. അയാള് അവിടെ ഒഴിവാക്കി കൊടുത്ത അയാൾ പോയാ ഡോട്ടിട്ട് പിന്നാണ്ട് ഒഴിവാക്കണം. പോട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടി എന്ന് ഒരാൾ പി എം ചെയ്തിരിക്കണ എന്തൊന്നുകൂടിയാണ്? എന്ത് പറയുമ്പോൾ അടിച്ച പി എം ആണത്? എന്ത് പറഞ്ഞപ്പോൾ അടിച്ച ഒന്നുകൂടി? ഞാൻ ആ പി എം ഇപ്പൊ കാണണേ ഉള്ളൂ. കുറെ പി എം ഉണ്ട്. അപ്പോ അത് അറിയില്ലോ. ഒരാൾ ഒന്നുകൂടി എന്ന് ഒരിക്കൽ കൂടി പറയാൻ വേണ്ടിട്ട് പറഞ്ഞ ഒരു പി എം ഉണ്ട്. മനസ്സിലായില്ല എന്ത് വിഷയാന്നുള്ളത്. അപ്പൊ പോട്ടെ. അപ്പൊ നിസ്കാരം സുന്നത്ത് നിസ്കാരം 2 സുന്നത്ത് നിസ്കാരങ്ങൾ ഒന്നിച്ച് കരുതുക. അത് ഏത് പറ്റൂല? ഉദാഹരണം പറയാം, ളുഹറിന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്തും ളുഹറിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തും കൂടി ഒന്നിച്ച് കരുതുക. ഒന്നിച്ച് നിസ്കരിക്കാം. എങ്ങനെ? ളുഹറിന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്തും ശേഷമുള്ള 2 റക്അത്തും കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന്. അപ്പൊ 4 റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കാം. അതല്ലാതെ 2 റക്അത്ത് അവൻ ആകെ നിസ്കരിക്കണുള്ളൂ. ആ 2 റക്അത്തിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തുക. ഏത്? ളുഹറിന്റെ മുമ്പത്തെ 2 റക്അത്തും ശേഷമുള്ള 2 റക്അത്തും ഒക്കെ പാടെ ഉൾപ്പെടുത്തുക. അങ്ങനെ പറ്റൂല. അങ്ങനെ നിയ്യത്ത് വെക്കാൻ പറ്റുകയില്ല. നേരെ മറിച്ച് എങ്ങനെ നിയ്യത്ത് വെക്കാം? ളുഹറിന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്തും തഹിയ്യത്തും കൂടിയും കരുതാം. അത് ളുഹറിന്റെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്തും വുദൂവിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തും അങ്ങനെ കരുതാം. കാരണം എന്താണ്? കാരണം തഹിയ്യത്ത് നിസ്കാരത്തിന് തഹിയ്യത്ത് എന്ന നിയ്യത്തോടു കൂടി തന്നെ 2 റക്അത്ത് നിസ്കരിക്കണം എന്നില്ല. പള്ളിയിൽ പ്രവേശിച്ചാൽ എന്തെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചാലും മതി, എന്നാൽ തന്നെ തഹിയ്യത്താകും. ഇപ്പൊ പള്ളി കയറി ഉടനെ 2 റക്അത്ത് സുന്നത്ത് പിന്നെ സുബ്ഹ് നിസ്കരിച്ച് നിൽക്കുക, എന്നാലും തഹിയ്യത്തായി പരിഗണിക്കപ്പെടും ഇരിക്കുന്നതിന് മുമ്പാണെങ്കിലേ. അതുപോലെ വുദൂവിന്റെ സുന്നത്ത് നിസ്കാരം ഉണ്ട്. അത് വുദൂ എടുത്ത് സമയം വയ്ക്കുന്നതിന് മുമ്പായിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാലും മതി, ഏതെങ്കിലും നിസ്കാരം. ഇനി ഒരാൾ പള്ളിയിൽ കയറി വുദൂ ഉണ്ടാക്കിയ ഉടൻ തന്നെ അയാൾ ളുഹ്റ നിസ്കരിച്ച് നിൽക്കുക, എന്നാൽ അത് ളുഹ്ർ നിസ്കാരമാവുകയും ചെയ്യും, വുദൂവിന്റെ സുന്നത്ത് നിസ്കാരമാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള നിസ്കാരങ്ങൾ മറ്റ് നിസ്കാരങ്ങളുടെ നിയ്യത്തിൽ ഉൾപ്പെടുത്താം. അതല്ലാതെ മഖ്സൂദായ നിസ്കാരങ്ങൾ 2 നിസ്കാരങ്ങൾ ഒന്നിച്ചാക്കാൻ പറ്റുകയില്ല എന്നർത്ഥം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, റജബ് മാസം ഒരാൾ ആദ്യം അറിയിക്കുന്ന ആൾക്ക് ഒരുപാട് പുണ്യങ്ങൾ ഉണ്ടെന്ന് ചിലരെല്ലാം പറയുന്നു. ശരിയാണോ? ശരിയല്ല. അത് ഒരു വ്യാജമായ ഒരു പ്രചരണമാണ്. അതിന് പിന്നിൽ ആരാ പ്രവർത്തിച്ചെന്ന് അറിയില്ല. യഹൂദിയോട് ആരാണ് അവരെ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. റജബ് മാസം ആദ്യമായിട്ട് കണ്ട വിവരം അറിയിക്കുന്ന ആൾക്ക് അങ്ങനെ കൂലുണ്ട് ഇങ്ങനെ കൂലുണ്ട് ചില കള്ള ഹദീസുകളൊക്കെ ആ വിഷയത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലാരും വഞ്ചിതരാവരുത്. അത് കള്ളപ്രചരണമാണ്. അതും ദീനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഭാര്യക്ക് തൈറോയിഡ് എന്ന അസുഖം ഉണ്ട്. എന്താണത്? അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസമാണ്. ദുആ ചെയ്യുക. ഭയങ്കര ദേഷ്യമാണ്. എല്ലാം
സുഖമാവാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ദേഷ്യക്ക് അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു നല്ല സ്വഭാവം പ്രദാനം ചെയ്യട്ടെ, പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. പിന്നെ നല്ല പക്വതയും തന്റെ ഇടവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സിഹത്തും ആഫിയത്തും ഒക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ചേറിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ സ്വഫ് നേരാക്കേണ്ടത് ചെയ്യേണ്ട കാലാണോ അതല്ല നിസ്കരിക്കുന്ന ആളുടെ? ഞാൻ ഇതെന്ന് പറയാം. നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ കാലിന്റെ മടമ്പ് ഒപ്പിച്ചുകൊണ്ടാണ് സഫ് ശരിയാക്കേണ്ടത്. ശ്രദ്ധിക്കണം കേട്ടോ. നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ കാലിന്റെ മടമ്പ് ഒപ്പിച്ചുകൊണ്ടാണ് സഫ് ശരിയാക്കേണ്ടത്. ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ചന്തിക്കെട്ട് ഒപ്പമാക്കിക്കൊണ്ടാണ് പിന്നെ സഫ് ശരിയാക്കേണ്ടത്. മനസ്സിലായല്ലേ? അപ്പൊ കുറെ ആൾക്കാർ ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്ന നിൽക്കുക. എന്നാൽ അവരുടെ എല്ലാവരുടെയും ചന്തി ഉണ്ടല്ലോ, ചന്തിന്റെ പിൻഭാഗം അതൊക്കെ ഒപ്പായിരിക്കുക. അതാണ്. ഇനി കുറെ ആൾക്കാർ നിന്നിട്ടാണ്, അതിന്റെ ഇടയിൽ ചില ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ നിൽക്കുന്ന ആളുടെ മടമ്പിന്റെ ഒപ്പമാവുക ഇരിക്കുന്ന ആളുടെ ചന്തി. ഇപ്പൊ മനസ്സിലാകണ്ട? ഞാൻ ഈ പറഞ്ഞ മനസ്സിലായിക്കണ സഹോദരന്മാരെ? ഞാൻ പറഞ്ഞ് കേൾക്കണില്ലേ? ഉണ്ട്. അപ്പൊ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ മടമ്പ് ഒപ്പിച്ചുകൊണ്ടാണ് സഫ് ശരിയാക്കേണ്ടത്. ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ചന്തി ഒപ്പിച്ചുകൊണ്ടാണ് സഫ് ശരിയാക്കേണ്ടത്. അപ്പൊ ചെയറിലിരുന്ന് നിസ്കരിക്കാൻ നിൽക്കുക. ചെയറിലിരുന്ന് നിസ്കരിക്കുമ്പോൾ നിന്ന് നിസ്കരിക്കുന്ന ആളുടെ അതിന്റെ അങ്ങേപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകൾ നിന്നിട്ടുണ്ടാവുമല്ലോ. അവരുടെ കാലിന്റെ മടമ്പുണ്ടല്ലോ, ആ മടമ്പിന്റെ ഒപ്പമായിരിക്കുക ഇരുന്ന് നിസ്കരിക്കുന്ന ആളുടെ ചന്തി. അങ്ങനെയാണ് സഫ് ശരിയാക്കേണ്ടത്. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഖുർആൻ ഓതും പോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വിശദീകരിക്കുമോ? ഖുർആൻ ഓതും പോലെ അവസാന സൂറത്തുകളുടെ അവസാനം ഒരു ദിക്ർ ചെല്ലുന്നത് കേട്ടു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വിശദീകരിക്കുമോ? വിശദീകരിക്കാൻ എന്താണ്? അത് അനുവദനീയമാണ്. അങ്ങനെ പ്രത്യേകമായ സുന്നത്തുണ്ടോ എന്നുള്ള കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഖുർആൻ സൂറത്തുകളൊക്കെ ഓതുമ്പോഴേ അതിന്റെ അവസാനം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സുന്നത്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാനത് കണ്ടിട്ടുമില്ല, കേട്ടതായിട്ട് ഓർക്കണില്ല. അനുവദനീയമാണ് അല്ലേ? അനുവദനീയമാണ്. ഒരു സൂറത്ത് ഓതി ആ സൂറത്തിന്റെ അവസാനം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു നിൽക്കുക. അത് അനുവദിക്കപ്പെടുന്ന വിഷയമാണ്, ജായിസാണെന്ന് അർത്ഥം. പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുന്നവർക്ക് വീട്ടിൽ പോയി ഭാര്യയ്ക്ക് ഇമാമായി അത് നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോ? അത് പറ്റും. പള്ളിയിൽ ഭാര്യയ്ക്ക് അങ്ങനെ മാത്രമല്ല, ഫർള് നിസ്കാരം ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം. ഫർള് നിസ്കാരം അതാ ആയിക്കൊണ്ട് ജമാഅത്തോടു കൂടി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. ഏത് ഫർള് നിസ്കാരവും ഖളാ ആയിട്ടല്ല, അതാ ആയിക്കൊണ്ട് ഒരു പ്രാവശ്യം ഒരിക്കൽ മടക്കി നിസ്കരിക്കുന്നത് ജമാഅത്തോടു കൂടിയായിരിക്കണം. ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതേ സമയത്ത് ഒരിക്കൽ ഒരാൾ ഒരു ളുഹ്ർ നിസ്കരിച്ച് അത് ഒന്നുകൂടി വെറുതെ മടക്കുക, ജമാഅത്തോടു കൂടി അല്ലാതെ വെറുതെ മടക്കുക, അത് പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. പിന്നെ അതേ സമയത്ത് ഫർള് നിസ്കാരം ഖളാ ആവാതെ അതാ ആയിക്കൊണ്ട് മടക്കി നിസ്കരിക്കാൻ എങ്ങനെ ആയിരിക്കണം? ജമാഅത്തോടു കൂടിയായിരിക്കണം. ജമാഅത്തായിട്ട് മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അത് ആദ്യം നിസ്കരിച്ചത് ജമാഅത്തായിട്ടായാലും വേണ്ടില്ല, ഒറ്റക്ക് നിസ്കരിച്ചാലും വേണ്ടില്ല, എങ്ങനെയാലും ശരി. രണ്ടാമത് മടക്കി നിസ്കരിക്കുന്നത് ജമാഅത്തായിട്ടായിരിക്കണം. അപ്പൊ ഭർത്താവിന്റെ പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി നിസ്കരിച്ചു, പിന്നെ വീട്ടിൽ വന്ന് ആ നിസ്കാരം എന്ത് ചെയ്യുക? ഒന്നുകൂടി മടക്കി നിസ്കരിക്കുക ഭാര്യന്റെ കൂടെ, അല്ലേ? അത് നല്ലതാണ്, സുന്നത്താണ്. അപ്പൊ ഭാര്യയ്ക്ക് ജമാഅത്ത് കിട്ടും ചെയ്യും, ഇവർക്ക് മടക്കി നിസ്കരിച്ച കൂലി കിട്ടും ചെയ്യും. ഇമാമ് ഭാര്യ എന്നാക്കാൻ പറ്റൂല കേട്ടാ. സ്ത്രീക്ക് പുരുഷന്റെ ഇമാമ് സ്ത്രീ ആവാൻ പാടില്ല, പുരുഷന്റെ ഇമാമ് പുരുഷൻ തന്നെ ആവണം.
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഖുർആൻ ഓതുമ്പോൾ ഉള്ള സുജൂദ് തക്ബീർ ചൊല്ലി കൈകെട്ടണോ? വേണം. നിസ്കാരത്തിലല്ലെങ്കിൽ നിസ്കാരത്തിലല്ല, നിസ്കാരത്തിന്റെ പുറത്താണ് ഖുർആൻ ഓതുന്നത്. അപ്പൊ തിലാവത്തിന് സുജൂദ് ചെയ്യാൻ വേണ്ടി തിലാവത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി അവൻ തക്ബീർ ചെല്ലണം. എന്നിട്ട് പിന്നെ ഒരു സുജൂദ് ചെയ്യുക, പിന്നെ ഒരു സലാം വീട്ടുകയും ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. നമ്മുടെ മദ്ഹബ് അങ്ങനെയാണ്. അതേസമയത്ത് വേറെ ചില മദ്ഹബിലുണ്ട് വെറും സുജൂദ് ചെയ്താലും മാത്രം മതി, തക്ബീർ കെട്ടണ്ട, സലാം വീട്ടണ്ട എന്നൊക്കെ പറയുന്ന വേറെ മദ്ഹബ് ഉണ്ട്. പക്ഷെ നമ്മുടെ മദ്ഹബ് ഇങ്ങനെയാണ്. തക്ബീറത്തുൽ ഇഹ്റാം വേണം, പിന്നെ സുജൂദ് ചെയ്ത് അതിന് ശേഷം സലാം വീട്ടുകയും വേണം നിസ്കാരത്തിന്റെ പുറത്താണെങ്കിൽ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലിയ ശുദ്ധി അദ്ദേഹം ഇവിടെ സെപ്പാള് അവിടെ ഉണ്ടാ. വലിയ ശുദ്ധി ഉള്ളതിനോട് കൂടി നോമ്പ് നോൽക്കുക, അതുകൊണ്ട് വിരോധമില്ല. വലിയ ശുദ്ധി ഉള്ളതിനോട് കൂടി നോമ്പ് നോൽക്കുക, അതുകൊണ്ട് വിരോധമില്ല. എന്ന് വെച്ചാൽ രാത്രി വലിയ ശുദ്ധി ഉണ്ടായി, എന്നാൽ പിന്നെ കുളിച്ചെങ്കിലേ നോമ്പ് സഹിയാകൂ, അങ്ങനെയില്ല. പിന്നെ അതും നോമ്പ് തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇനി ഒരാൾ തീരെ കുടിച്ചില്ല നിൽക്കുക, രാത്രി ആൾക്ക് വലിയ ശുദ്ധി ഉണ്ടായിട്ടുണ്ട്, അയാൾ തീരെ കുടിച്ചില്ല എന്ന്, എന്നാലും നോമ്പ് സഹിയാകും. പക്ഷേ കുളിക്കാത്ത സുബൈ നിസ്കരിച്ചില്ല, അപ്പൊ അതിന്റെ കുറ്റമുണ്ട്. അവന് ളുഹർ നിസ്കരിച്ചില്ല, അതിന്റെ കുറ്റമുണ്ട്. അസർ നിസ്കരിച്ചില്ല, അതിന്റെ കുറ്റമുണ്ട്. പക്ഷെ നോമ്പിനെ അത് ബാധിക്കൂലെന്ന്. നോമ്പും അതും തമ്മിൽ ബന്ധമില്ല. അപ്പൊ വലിയ ശുദ്ധി ഉള്ളതിനോട് കൂടി പിന്നെന്ത് ചെയ്യാ? നോമ്പ് നോൽക്കാം. ഇനി രാത്രി വലിയ ശുദ്ധി ഉണ്ടായി, ഇനി പിന്നെ സുബൈന്റെ മുമ്പായിട്ട് തന്നെ കുളിക്കൊന്നും വേണ്ട. സുബൈന്റെ മുമ്പ് കുളിക്കൽ സുന്നത്താണ്. ഇനി സുബൈന്റെ ശേഷം കുളിച്ചാലും മതി. സുബൈ ഖളാ ആവാതെ കുളിച്ച് നിസ്കരിച്ചാലും മതി. എല്ലാ മദ്ഹബും അങ്ങനെ, അതെനിക്കറിയില്ല. ഷാഫി മദ്ഹബിന്റെ വിഷയം എനിക്കറിയുള്ളൂ. മറ്റു മദ്ഹബും അങ്ങനെ തന്നെയാണെന്ന് എന്റെ അറിവ് അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ്. ഇനി വേറെ അഭിപ്രായം വേറെ മദ്ഹബിലുള്ളതായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പെണ്ണുങ്ങൾക്ക് ചില സമയത്ത് ഒരു വെള്ളപ്പോക്കുണ്ടാവുമ്പോൾ നിസ്കാരം പറ്റുമോ? വെള്ളപ്പോക്ക് ഉണ്ടാകുമ്പോൾ നിസ്കാരം പറ്റുന്ന നിസ്കാരം നിർബന്ധമാണ്. വെള്ളപ്പോക്ക് എന്ന് പറയുന്ന ഒരു അസുഖമാണത്. അത് ഹൈദൊന്നല്ല. വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് അത് അസ്ഥി ഉരുക്കാണ്. അസ്ഥി ഉരുക്കം. എല്ലുരുക്കിട്ട് അതൊരു ദ്രാവകമായിട്ട് ഇങ്ങനെ പുറത്തു പോവുക. അതാണ് ഈ വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞാല്. അത് നജസാണ്. കാരണം ഗുഹ്യസ്ഥാനത്തിന്റെ അങ്ങേ തലക്ക് അവിടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഗുഹ്യസ്ഥാനത്തിന്റെ പുറംഭാഗത്ത് നിന്ന് വരണല്ല. പുറംഭാഗത്ത് നിന്ന് വരാണെങ്കിൽ ശുദ്ധിയുള്ളതാണ്. നേരെ മറിച്ചത് പുറംഭാഗത്ത് നിന്ന് വരണല്ല, ഗുഹ്യസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നജസാണ്. ഇതുപോലെ മൂത്രം നജസാണല്ലോ, അതുപോലെ ഇതും നജസാണ്. അപ്പൊ അത് പുറപ്പെടുന്ന സ്ത്രീകളാകുമ്പോൾ ശരിക്കും കഴുകി വൃത്തിയാക്കുവാനുണ്ട്, നിസ്കരിക്കുക. അതന്നെ നിസ്കാരമൊക്കെ നിർബന്ധമാണ്. അത് ഹൈദ് പോലെ അല്ല, നിസ്കാരം നിർബന്ധമാണ്. അത് കഴുകി ശുദ്ധിയാക്കണം, നജസാണ്, എന്ത് നിസ്കരിക്കുകയും വേണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞെരിയാണിക്ക് താഴെ വസ്ത്രമുള്ള ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ? നിസ്കാരം ശരിയാകും. പക്ഷെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ ഹറാമാണ്. അങ്ങനെ ധരിച്ച ആൾക്ക് അള്ളാന്റെ അടുത്ത് നിന്ന് കുറ്റുണ്ടാവും. പക്ഷെ അതേ സമയത്ത് ഒരാൾ അങ്ങനെ നിസ്കരിച്ചു എന്നാൽ അയാൾ നിസ്കാരം സഹിയാകും. അയാൾ തുടർന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയാകും. വസ്ത്രം ധരിക്കൽ ഹറാമാണ്. എന്നാൽ നിസ്കാരം സഹിയാവുകയും ചെയ്യും. തുടർന്ന് നിസ്കരിച്ചാൽ ആ തുടർച്ചയും സഹിയാകും. ഇത്രയും ചോദ്യങ്ങളാണ് ഇപ്പോ ഇതുവരെ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും ചോദിച്ചതും പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട ആളുകളൊക്കെ എന്തൊരു വിഷയത്തിന് വേണ്ടിയാണോ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അതൊക്കെ അള്ളാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ മറ്റു കുടുംബക്കാർ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ മരിച്ചുപോയ ആളുകൾക്ക് അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അവരുടെ ഖബർ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുകയും ചെയ്യട്ടെ.